നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്ന ബിസിനസ് ഐഡിയ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ്. കാരണം ഇതൊരു പാചകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐഡിയ ആണ്. സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അല്പം കണക്ഷൻസ് ഉള്ളവർക്ക് വളരെ എളുപ്പം വിജയിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരം തന്നെയാണ്. വളരെ അത്രയധികം ടെക്നോളജി ഒന്നും ഇല്ലാത്ത ഒരു ബിസിനസ് അവസരമാണ്. തീർച്ചയായിട്ടും വളരെ ചെറിയ രീതിയിൽ വീട്ടിൽ നിന്ന് ആരംഭിക്കാം. എന്നാൽ നമുക്ക് കുറച്ചുകൂടെ ബജറ്റ് ഉണ്ട്, നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ മെഷീനറികളൊക്കെ സ്ഥാപിച്ച് നമുക്ക് ആ രീതിയിലും തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരമാണ്. വീട്ടിൽ തുടങ്ങുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ അതായത് കുറച്ചു കാലമായിട്ട് പനീർ എന്നൊരു വസ്തു കേരളത്തിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകൾ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ ഇത് നോർത്ത് ഇന്ത്യയിൽ മാത്രം, ഇല്ലെങ്കിൽ പുറത്ത് ഫോറിൻ കൺട്രീസിൽ പോകുന്നവർക്ക് മാത്രമേ ഇത് അറിയത്തുള്ളായിരുന്നു. റീസെന്റ് പനീറിന് വലിയ കുഴപ്പമില്ലാത്തൊരു മാർക്കറ്റ് കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മിൽമയൊക്കെ പനീർ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പീനട്ട് പനീറാണ്. മിൽക്കിന്റെ പനീറല്ല, പീനട്ട് പനീറാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. പീനട്ട് പനീർ നല്ല രീതിയിൽ ഉണ്ടാക്കി ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരം തന്നെയാണ്. അപ്പൊ പീനട്ട് പനീർ ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന്, വീട്ടിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ചെറുതായിട്ട് വീഡിയോ കൂടെ കാണിക്കാം. ഈ പീനട്ട് ബട്ടർ ചെറിയ രീതിയിൽ വീട്ടിൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം പീനട്ട് എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക, ഒരു ദിവസം മുഴുവൻ വെക്കുക. പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് അതിന്റെ വെള്ളം വാർന്ന് കളയുക. അതിനുശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കുക. അതിന് മുമ്പ് തൊലി കളയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇല്ലെങ്കിൽ പാലിന്റെ കളറിന് വ്യത്യാസം വരും. നല്ലപോലെ അരച്ചെടുക്കുക. അരച്ചതിന് ശേഷം അതൊരു പാത്രത്തിലോട്ട് പകർന്നതിന് ശേഷം അതിനകത്ത് 1 ലിറ്റർ വെള്ളം ഒഴിക്കുക. 125 ഗ്രാം പീനട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ വെള്ളം അതിനകത്ത് ഒഴിക്കാൻ പറ്റും. അതൊഴിച്ച് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളകിയതിനു ശേഷം നല്ലൊരു കോട്ടൺ തുണി കൊണ്ട് അത് അരിച്ചെടുക്കുക. നല്ല അരിച്ച് വൃത്തിയാക്കിയിട്ട് അതിന്റെ വേസ്റ്റ് മുഴുവൻ മാറ്റി വെക്കുക. ആ വേസ്റ്റ് നമുക്ക് പശുവിനോ അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞ ശേഷം നല്ലപോലെ പിഴിഞ്ഞ് അതിന്റെ പാലെടുക്കുക. പാല് മൊത്തം എടുത്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് നല്ലപോലെ തിളപ്പിക്കുക. നല്ലപോലെ തിളപ്പിക്കുമ്പോൾ അതിനകത്ത് ടർട്ടാരിക് ആസിഡ്, അതായത് 2 നുള്ളു ടർട്ടാരിക് ആസിഡ് ഇട്ട് അത് ആ ടർട്ടാരിക് ആസിഡ് അകത്തും നമ്മൾ ചെറു ചൂടുവെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കിയിട്ട് അത് ഇതുമായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ടർട്ടാരിക് ആസിഡ് ഒഴിക്കുമ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. സിട്രിക് ആസിഡ് വേണമെങ്കിലും ഇതിൽ ഒഴിക്കാവുന്നതാണ്. പതിയെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് പാല് പിരിഞ്ഞു വരുന്നത് കാണാവുന്നതാണ്. ആ പാല് പിരിഞ്ഞു വന്ന് നല്ലപോലെ പിരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ചൂടോടെയാണ് നമ്മൾ വീണ്ടും നല്ലൊരു കോട്ടൺ തുണി ഇട്ടിട്ട് അരിച്ചെടുക്കുക. നല്ലപോലെ അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം അത് നമ്മൾ എന്താ പറയുക, നല്ലപോലെ പിഴിയാനായിട്ട്, ചൂടോടെ പിഴിയാൻ പറ്റത്തില്ല, കുറച്ചു നേരം നമ്മൾ വെയിറ്റ് ചെയ്തതിനു ശേഷം എവിടെയെങ്കിലും തൂക്കിയിട്ടതിന് ശേഷം നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുത്തതിന് ശേഷം നല്ല ടൈറ്റ് ആയിട്ട് അത് കെട്ടുക. കെട്ടിയതിന് ശേഷം അതിന്റെ പുറത്ത് എന്തെങ്കിലും വെയിറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് അതിന്റെ വെള്ളം മുഴുവൻ പോകുന്നതായിരിക്കും. അതിനുശേഷം ഏകദേശം ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പനീർ റെഡിയാണ്. ഈ പനീർ നമ്മൾ സാധാരണ കടകളിൽ നിന്ന് കിട്ടുന്ന പനീർ പോലെ തന്നെ നമുക്ക് മുറിക്കാം. നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇതാണ്. ഇനി ഇതിനകത്ത് പ്രത്യേകിച്ച് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ 2 ലിറ്റർ പീനട്ടിന്റെ പാലിനകത്ത് 1 ലിറ്റർ സാധാരണ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മണവും എല്ലാം മാറി കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇങ്ങനെയാണ് പനീർ ഉണ്ടാക്കുന്നത്. അല്പം ക്ഷമ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ അയൽക്കൂട്ടം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഒരുമിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണിത്. നല്ല രീതിയിൽ വിറ്റുപോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇനി ഇതിന് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, എന്തൊക്കെ സാധനങ്ങൾ വേണ്ടിവരും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 2 രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെ, അതിനുവേണ്ടിയുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ് വേണ്ടത് അത് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇൻഡസ്ട്രിയൽ പർപ്പസിൽ ആ രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുകയാണെങ്കിൽ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ ഇന്ത്യ മാർട്ടിന്റെ സൈറ്റിലാണുള്ളത്. നമുക്ക് പീനട്ട് പനീർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പീനട്ട് വേണം. പീനട്ടിന്റെ വില നിങ്ങൾക്ക് മാർക്കറ്റിൽ അറിയാം എത്രയാണെന്ന്. എങ്കിലും ഞാനിവിടെ ഹോൾസെയിൽ ആയിട്ടുള്ള വില ഒന്ന് കാണിക്കുകയാണ്. ഇവിടെ 95 രൂപ കിലോയ്ക്ക് കിട്ടുന്നുണ്ട്, 110 രൂപ കിലോയ്ക്ക് കിട്ടുന്നുണ്ട്, 80 രൂപ കിലോയ്ക്ക് കിട്ടുന്നുണ്ട്. ഈ രീതിയിലാണ് പീനട്ടിന്റെ വില പോകുന്നത്. അപ്പൊ ഇനി അതിന്റെ കൂടെ തന്നെ നമുക്ക് ഓൾറെഡി കണ്ടു കഴിഞ്ഞ വീഡിയോയിൽ ടർട്ടാരിക് ആസിഡ് വേണം, എങ്കിൽ മാത്രമേ നമുക്കത് പനീറാക്കി മാറ്റാൻ പറ്റുകയുള്ളൂ. ഇനി അതല്ലെങ്കിൽ സിട്രിക് ആസിഡ്. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് 2 നാരങ്ങയുടെ നീര് പിഴിഞ്ഞാലും അത് പനീറാക്കി മാറ്റാവുന്നതാണ്. പാലിനെ പിരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിവിടെ കിട്ടുന്നത് കിലോ കണക്കിനാണ്. അതായത് ഹോൾസെയിലാണ് കാണിച്ചിരിക്കുന്നത്. 170 രൂപ കിലോ, 168 രൂപ കിലോഗ്രാം. അങ്ങനെ ടർട്ടാരിക് ആസിഡ് ഹോൾസെയിലായിട്ട് നമുക്ക് കിട്ടും. ഇനി അതല്ല, നമുക്ക് അത്രയധികം ക്വാണ്ടിറ്റി സ്റ്റാർട്ടിങ്ങിൽ വേണ്ട, നമ്മൾ വീട്ടിൽ നിന്ന് ചെറുതായിട്ട് തുടങ്ങാനുള്ള ഒരു ഉദ്ദേശമാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ആമസോണിൽ ടർട്ടാരിക് ആസിഡ് കിട്ടും. ടർട്ടാരിക് ആസിഡിന് ഇവിടെ വില 100% പ്യൂർ ടർട്ടാരിക് ആസിഡ് ആണ്. 200 ഗ്രാമിന് 200 രൂപയാണ് വില. ഇവിടെ സെയിം തന്നെ 200 ഗ്രാമിന് 200 രൂപയാണ് വില. ആ രീതിയിൽ ഇവിടെയും കിട്ടും. ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് അല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്പം പണമൊക്കെ മുടക്കി ഒരു ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് മിഷനറീസ് വേണ്ടി വരും. ആ മിഷനറീസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള മിഷനറികൾ കാണിച്ചിട്ടുണ്ട്. 1,60,60,000 രൂപ, 2,80,000 രൂപ, 50,000 രൂപ, അങ്ങനെ പലതരത്തിലുള്ള മെഷീൻ കാണിച്ചിട്ടുണ്ട്. ഈ മെഷീനിന് ഏതെങ്കിലും ഒന്ന് വാങ്ങിയാണെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഷമ ഗ്ലോബൽ സിംഗിൾ 3 ഫേസ് പനീർ മേക്കിംഗ് മെഷീൻ ആണ്. 1.6 ലാഖ്, അതായത് 1,60,60,000 രൂപ വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു മെഷീൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1.35 ലാഖിന്റെ ആണ്, സെമി ഓട്ടോമാറ്റിക് ആണ്. 1000 ലിറ്റർ പെർ അവർ എന്നാണ് ഇവർ പറയുന്നത്. ഈ പനീർ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനൊരു ഷേപ്പ് വരുത്തണം. കാരണം നമ്മൾ വീഡിയോയിൽ കണ്ട കൈകൊണ്ട് നമ്മൾ ഷേപ്പ് വരുന്നതാണ്, അത് പോരാ. നമുക്ക് നല്ല കറക്റ്റ് സ്ക്വയറും റെക്ടാംഗിളും ഒക്കെ ആയിട്ട് അത് കട്ട് ചെയ്തെടുക്കേണ്ടി വരും, പ്രസ് ചെയ്തെടുക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് ഉള്ള പ്രസ്സിംഗ് മെഷീൻ ആണിത്. 7,000 രൂപയാണ് ഒരെണ്ണത്തിന്റെ വില. ഇത് ഹരിയാനയിൽ നിന്നാണ് വരുന്നത്. തന്നെ കുറച്ചുകൂടെ വലിയ മെഷീനാണ് ഇവിടെ കാണിക്കുന്നത്. 10 കിലോ ട്രേ കപ്പാസിറ്റി ഉള്ള മെഷീനാണ് ഇവിടെ കാണിക്കുന്നത്. 22,000 രൂപയാണ് ഇതിന്റെ വില. അപ്പൊ ഇതിന്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയും കണ്ടു കഴിഞ്ഞു, കൂടാതെ നമുക്ക് എവിടെ എങ്ങനെ എന്ത് കിട്ടും എന്ന് കണ്ടു കഴിഞ്ഞു. പീനട്ടൊക്കെ നമ്മൾ ഓൺലൈനിലൊക്കെ പോകാതെ നമ്മളുടെ തൊട്ടടുത്തുള്ള ഹോൾസെയിൽ മാർക്കറ്റിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഈ രൂപയ്ക്കൊക്കെ കിട്ടും എന്നതിനാണ് ഞാൻ കരുതുന്നത്. ഇനി അഥവാ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഓൺലൈനിനെ ആശ്രയിക്കുക എന്ന് മാത്രം. അപ്പോൾ ഈ രീതിയിലുള്ള നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണിത്. ഇപ്പൊ ഇതിനകത്ത് ലാഭനഷ്ട കണക്കുകൾ കൂടെ നമ്മൾ ഒന്നറിയണം. ഏകദേശം 1,100 ഗ്രാം പീനട്ട് വേണം 1 കിലോ പനീർ ഉണ്ടാക്കണമെങ്കിൽ. അതായത് നമ്മൾ വീഡിയോ ക്ലിപ്പിംഗിൽ കണ്ടു കഴിഞ്ഞാൽ 125 ഗ്രാം പീനട്ട് എടുത്തിട്ടാണ് നമ്മൾ 1 ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അത്രയും പനീർ ഉണ്ടാക്കിയത്. ആ രീതിയിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 1,100 ഗ്രാം പീനട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 1 കിലോ പനീർ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ പിടിക്കുന്നത് 110 രൂപ കിലോ എന്ന രീതിയിലാണ് പിടിക്കുന്നത്. 110 രൂപ കിലോ ആണെങ്കിൽ 1,100 ഗ്രാമിന് ഏകദേശം 121 രൂപയാകും. അതിന്റെ കൂടെ 10 രൂപ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പിടിക്കുകയാണ്, 10 രൂപ നമ്മൾ ലേബർ പിടിക്കുകയാണ്, 10 രൂപ നമ്മൾ ഇലക്ട്രിസിറ്റി പിടിക്കുകയാണ്, 10 രൂപ നമ്മൾ പാക്കിംഗ് പിടിക്കുകയാണ്. അതായത് 120ന്റെ കൂടെ 40 രൂപയുടെ ചേർന്ന് കഴിഞ്ഞാൽ 160 രൂപയാണ് നമ്മളുടെ എക്സാക്ട് കോസ്റ്റ് വരുന്നത്. ഈ 160 രൂപയ്ക്ക് നമുക്ക് 1 കിലോ പനീർ റെഡിയായി കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പനീർ പുറത്തു വെക്കുന്ന ഒരു ഐറ്റം അല്ല, ഫ്രീസ് ചെയ്ത് വെക്കേണ്ട ഐറ്റം ആണ്. എപ്പോഴും തണുപ്പ് അതിന് അത്യാവശ്യമാണ്. തൽക്കാലം നമ്മുടെ ഫ്രിഡ്ജിലെ ഫ്രീസർ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ആ ബിസിനസ്സിൽ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ ഡീപ് ഫ്രീസറിനെ കുറിച്ചൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് പനീറിന് മാർക്കറ്റിൽ 350 രൂപ തൊട്ട് 450 രൂപ വരെ കിലോ വിലയുണ്ട്. നമ്മൾ അത്രയ്ക്കൊന്നും പോകണ്ട. നമുക്ക് 160 രൂപയാണ് കിലോ നമുക്ക് കോസ്റ്റ് ആയിരിക്കുന്നത്. നമ്മൾ 250 രൂപയ്ക്കാണ് നമ്മൾ വീടുകളിൽ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് പെർ കിലോ 90 രൂപ ലാഭം കിട്ടും. ഒരു ദിവസം നമുക്ക് 10 കിലോ പനീർ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും 900 രൂപ ലാഭം കിട്ടും. 900 രൂപ അത്ര ചെറിയ എമൗണ്ട് ഒന്നുമല്ല സാധാരണ ഒരു വീട്ടമ്മയ്ക്ക്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ബിസിനസ് ചെയ്യാൻ. ഇതിനകത്ത് പിന്നെ പാക്കിംഗ് കവറും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാൻ പല വീഡിയോയിലും പാക്കിംഗ് കവർ എവിടെ കിട്ടും, സീലിംഗ് മെഷീൻ എവിടെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ അതിന്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓൺലൈനിൽ തന്നെ ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിന്റെ നമ്മൾ ഈ പ്രൊഡക്ഷൻ എടുത്തതിന് ശേഷം ഇതിന്റെ വേസ്റ്റ് വരും. ആ വേസ്റ്റ് നമുക്ക് കന്നുകാലി തീറ്റയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ വിശദമായി പഠിക്കണം. ഈ ബിസിനസ് ഒക്കെ പറഞ്ഞെങ്കിൽ പോലും ഇതിനെക്കുറിച്ച് മാർക്കറ്റിൽ എങ്ങനെയുണ്ട്, ഇത് ഞാൻ ഉണ്ടാക്കിയാൽ എടുക്കുമോ, ആ രീതിയിലുള്ള ഒരു അഭിപ്രായ സർവേ നടത്തുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം സ്ത്രീകളാണെങ്കിൽ അവർ കൂട്ടം കൂടിയിരിക്കുമ്പോൾ പല രീതിയിലുള്ള സംസാരങ്ങൾ വരും. ആ സംസാരത്തിനിടയ്ക്ക് ഇത് ചോദിക്കാനാണ്. കൂടാതെ നമുക്ക് തൊട്ടടുത്തുള്ള ബേക്കറികളിൽ പോയി ചോദിക്കാം, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, സാമ്പിൾ ജസ്റ്റ് അവർക്കൊന്ന് കൊടുക്കാം. ഒരു ദിവസം പ്രൊഡക്ഷൻ കംപ്ലീറ്റ് സാമ്പിൾ ആയിട്ട് പോട്ടെ, സാമ്പിൾ അവർക്ക് കൊടുക്കുക. ആ സാമ്പിൾ ടേസ്റ്റ് ചെയ്തതിനു ശേഷം അവർ വീട്ടിൽ കൊണ്ടുപോയി ഉണ്ടാക്കിയതിനു ശേഷം അവരോട് ചോദിക്കുക, എങ്ങനെയാണ് ഇത്, എനിക്കിത് വിൽക്കാൻ പറ്റുമോ, നിങ്ങളുടെ എവിടെ വെക്കട്ടെ എന്ന് ചോദിക്കുക. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 2 ലിറ്റർ പീനട്ട് മിൽക്കിന്റെ കൂടെ 1 ലിറ്റർ നമ്മുടെ സാധാരണ പശുമ്പാൽ അല്ലെങ്കിൽ മിൽമപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പീനട്ടിന്റെ ടേസ്റ്റും പീനട്ടിന്റെ മണവും എല്ലാം അതിനകത്ത് നിന്ന് മാറിക്കിട്ടും. പിന്നെ പീനട്ട് പനീറാണോ അതോ മിൽക്ക് പനീറാണോ എന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല. ഇത് നിങ്ങൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ബിസിനസ് ഐഡിയ തന്നെയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എന്റെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബെൽ ബട്ടൺ അമർത്തി ഞാൻ ഇത്തരത്തിലുള്ള ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.